സത്യത്തിൽ ഇന്നും അമിത്ഷാ എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയും കാണാനില്ല. രാജ്യം നന്നാക്കാനായി ചാണക്യൻ തലപുകച്ച് പണിയെടുക്കുകയാണെന്ന് ആരും കരുതേണ്ട. പകരം തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി തെരുവിൽ നിറഞ്ഞവരെ മുഴുവൻ പൂട്ടാനുള്ള പദ്ധതിയിടുകയാണ് അമിത്ഷാ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ജൻസികൾ തടിച്ചുകൂടുന്ന എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെയും അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിരിക്കുന്നത്. പോരാത്തതിന് ഇപ്പോൾ ഡൽഹി പോലീസിനെ ഇറക്കി സുപ്രീം കോടതിയിൽ പോകാൻ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിനു മുന്നോടിയായി ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, അപ്പോൾ പോലീസ് അത്ര വലിയ ആക്രമണമൊന്നും അഴിച്ചുവിട്ടിട്ടില്ല എന്ന ന്യായീകരണം പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജിജുവിനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു അമിത്ഷാ. സത്യത്തിൽ ഈ സഭാ കാലയളവിൽ വെറും 4:30 മിനിറ്റ് മാത്രം സഭയിൽ വന്നിട്ടുള്ള അമിത്ഷായ്ക്ക് ഭയമാണ്. കഴിഞ്ഞ 12 വർഷമായിട്ടും ഒരാൾ പോലും കല്ലെറിയാനില്ലാത്തത്ര കൃത്യമായി മനുഷ്യരിൽ ഭയം ജനിപ്പിച്ചും പാർട്ടികളെ വില കൊടുത്ത് വാങ്ങിയുമൊക്കെ മോദി ഷാ കൂട്ടുകെട്ട് രാജ്യം മുഴുവൻ ഇരട്ട എഞ്ചിനാക്കി മാറ്റുകയായിരുന്നു. മണിപ്പൂർ എന്ന സംസ്ഥാനം വംശീയ കലാപം കൊണ്ട് നിന്ന് കത്തിയപ്പോൾ അവിടുത്തെ കലാപം പുറം ലോകം അറിയാതിരിക്കാനായി ഇന്റർനെറ്റ് സംവിധാനം വരെ എന്നേക്കുമായി കട്ട് ചെയ്തു മാറ്റിയ കൂട്ടരാണ് കേന്ദ്രവും അവരെ നയിക്കുന്ന BJP എന്ന പാർട്ടിയും. അന്നൊന്നുമില്ലാത്തൊരു ഭയം BJPക്കും കേന്ദ്രത്തിനും എന്തിന് ഇവരുടെയൊക്കെ തലതൊട്ടപ്പനായ RSSന് പോലും വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അമിത്ഷാ ഒളിച്ചു നടക്കുന്നതും ഒടുക്കം സുപ്രീം കോടതിയിലേക്ക് പുതിയ കഥയുമായി ഡൽഹി പോലീസിനെ അയക്കുകയും ഒക്കെ ചെയ്യുന്നത്. ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ വമ്പൻ പ്രതിഷേധത്തിന് നേരെ അരങ്ങേറിയ പോലീസ് അതിക്രമത്തെ വെള്ളപൂശാൻ ഡൽഹി പോലീസിനെ മുൻനിർത്തി സുപ്രീം കോടതിയിൽ വലിയ നാടകങ്ങളാണ് ഇപ്പോൾ കേന്ദ്രം കളിക്കുന്നത്. അമിത ബലപ്രയോഗം നടത്തിയിട്ടില്ലെന്നും CJPയുടെ പാർലമെന്റ് മാർച്ച് തികച്ചും നിയമവിരുദ്ധമായിരുന്നു എന്നുമാണ് ഡൽഹി പോലീസ് സുപ്രീം കോടതിയിൽ നിലപാട് എടുത്തിരിക്കുന്നത്. എന്നാൽ 3 കിലോമീറ്ററിലധികം വരുന്ന പ്രദേശത്ത് 30,000-ഓളം വരുന്ന വൻ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ 5,000-ഓളം പോലീസുകാരെ ഇറക്കി ക്രൂരമായ അടിച്ചമർത്തലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള പോലീസ് നടത്തിയത്. പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ തകർത്ത് പാർലമെന്റിലേക്ക് നീങ്ങിയപ്പോൾ ഘട്ടം ഘട്ടമായുള്ള അനുവദനീയമായ ബലപ്രയോഗം മാത്രമാണ് നടത്തിയതെന്ന് ഡൽഹി പോലീസ് വാദിക്കുമ്പോഴും പോലീസുകാർക്ക് നേരെ ആണിയുള്ള ലാത്തി ഉപയോഗിച്ചത് പ്രതിഷേധക്കാരാണെന്ന് ചിത്രീകരിക്കാൻ എഡിറ്റ് ചെയ്ത വീഡിയോകൾ മുൻനിർത്തി പുതിയ കഥ മെനയുകയാണ് ഭരണകൂടം. CJP പ്രതിഷേധത്തിനിടെ പോലീസുകാർക്ക് പരിക്കുപറ്റിയെന്നും ആൾക്കൂട്ടത്തിൽ 2873 ക്രിമിനലുകൾ നുഴഞ്ഞു കയറിയെന്നും ആരോപിച്ച് അവർക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തെ, അതായത് SITയെ നിയോഗിച്ച് ഭയം സൃഷ്ടിക്കാനും ശ്രമം നടത്തുന്നു. ചുരുക്കത്തിൽ തെരുവിലുയർന്ന ജനരോഷത്തെയും ചോദ്യങ്ങളെയും നേരിടാൻ ധൈര്യമില്ലാതെ പോലീസിനെയും ഏജൻസികളെയും സുപ്രീം കോടതിയെയും കേവലം കവചങ്ങളാക്കി മാറ്റി കേന്ദ്ര ഭരണകൂടം ഒളിച്ചു കളിക്കുകയാണെന്ന് ഈ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നു.